ഓ, അപ്പൊ പിള്ളേരൊക്കെ പറയുന്നത് ശരിയാ. മാസ്ക് മാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സാറെന്താ ഇവിടെ? ഞാൻ നിങ്ങളെ കാണാൻ വന്നു. നീയോ? സാർ സുബു നന്നായി കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഞാൻ അറിയും. ഇന്നാട്ടറിവിന് ഞാൻ എന്ത് ചെയ്യാനാ അവര്. സാറ് എന്റെ ഏതൊക്കെ കണ്ടന്റ്സ് ആണ് കണ്ടിട്ടുള്ളത്? കണ്ടിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ഞാൻ ചെയ്യാറുണ്ട്. നാട്ടുകാർക്കെല്ലാം ഭയങ്കര പതിപ്പാണ്. നമ്മളിവിടെ പോഷായിട്ട് താമസിക്കുന്നില്ല. നമ്മളൊരു 100 കോടി പടമൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നില്ലേ? പുള്ളി ഞാൻ ആദ്യ ശക്തിയില്ല, അല്പം പഠിക്കാൻ വിട്ടേക്കണം, ഒരു അല്പം കൂടെ ഷാർപ്നെസ് ആവാൻ വേണ്ടി. നളിൻ ആക്ഷൻ ആക്ഷൻ. അപ്പൊ എനിക്ക് ആക്ഷൻ പറയുന്നതിന് മുന്നേ കട്ടായിട്ട് അവൻ്റെ അടുത്ത് വേണം അങ്ങനെ പരിപാടിക്ക്. സുബുവിനെ അറിയും, ഞാൻ നല്ല കണ്ടന്റ് തപ്പി നടക്കുക. എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, കുറച്ച് ഫെമിലിയർ ആവണം പ്രൊഡ്യൂസർ എന്ന രീതിയിൽ. താങ്കൾ ഭദ്രമായിട്ടുള്ളൊരു കൈകളിലാണ് എത്തിയിരിക്കുന്നത്. അതെ. ഈ ലോകത്ത് തന്നെ എൻ്റെ അത്ര കണ്ടിട്ടുള്ള ആൾക്കാർ. ഇത് മെയിനായിട്ട് ഞാൻ സുബുവിനെ വെച്ച് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വയ്യ സാറിൻ്റെ ഒരു ഭാഗ്യം. ബേസിക്കലി ഞാൻ പ്രൊഡ്യൂസറാണ്, കുറച്ചൊക്കെ റെസ്പെക്ട്. അല്ല, സാറിൻ്റെ ഒരു ഭാഗ്യം. നമ്മൾ രണ്ടും ഒരുമിച്ചായിരിക്കുമല്ലോ പൈസകളൊക്കെ കിട്ടുമ്പോൾ എണ്ണാനൊക്കെ ഇരിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു പ്ലാനാണ് ലൈഫിൽ ഒരു 2 RBL ബാങ്ക് മേടിക്കുന്നത്. RBL ബാങ്ക്? യെസ്, ഐ മീൻ ബാങ്ക്, ദ ക്യാഷ് ഡിപ്പോസിറ്റ് ആൻഡ് അക്കൗണ്ട്. ഒരു കണ്ടന്റ് ഉണ്ടാക്കി തരും, ബാങ്കൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാകും. സാറിന് ഏത് ജോണറാണ് ഇഷ്ടം? സുബുവിൻ്റെ കയ്യിൽ കുറെ അധികം ചോദറുണ്ടെന്ന് ഞാൻ കേട്ടു. സാറിന് ഇപ്പൊ ത്രില്ലർ മതിയോ? ഇതെന്തെങ്കിലും ഹൊറോ വല്ലതും പിടി. ലവ് ആയാലും ഹിസ്റ്ററീസ് പോരെ? പോരെ പോരെ? മതി. ട്രെൻഡിങ് മതി. ട്രെൻഡിങ്. അതെ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് മരിച്ചോളി. മരിച്ച് അല്പം ഡേഞ്ചറസ് ആവോ അത്? നമുക്ക് ഇതിനെ കുറിച്ച് എന്നാ സംസാരിക്കാം കേട്ടോ. അതെ, ബൈ. സുബു, ജോണർ മാത്രമല്ലേ ആയിട്ടുള്ളൂ, കത്തിരിക്കുന്നൊന്നും ആയിട്ടില്ലല്ലോ. കഥ എന്തൊക്കെയാണ് വിഷയം? പ്രശ്നമില്ലേ? അതിനല്ലേ നമ്മുടെ മാസ്ക് മാമനുള്ളത്. എല്ലാ ആഴ്ച അയാൾ ചെയ്യുന്ന സീരിയൽ കില്ലറിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ തള്ളിവിടുന്നു. അതും കോമാളി രൂപത്തിൽ. ഭയങ്കര ബുദ്ധിയാണല്ലേ. എന്ത് ചെയ്യാം, ട്രെൻഡിങ് തലബുദ്ധി അല്ലേ എന്റെ. ഞാൻ കറക്റ്റ് സ്ഥലത്ത് വന്ന് വിട്ടേക്കണേ. അതെ, നീ അറക്കക്കടവിൽ തന്നെ എത്തിയേക്കുന്നത്. അരക്കോടെ അറക്കവട അല്ല, നമ്മളിവിടെ വയ്ക്കുന്ന കടവ് ഈ പാലത്തിന്റെ അതാ പറഞ്ഞു. ഇതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് ഇതേപോലത്തെ ഒരു ആനേനെ വാങ്ങാൻ. പൊളിക്കും. ഇതുപോലൊരു ആന ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ഇറക്കാം. തുടങ്ങണ്ട അടുത്ത ആഴ്ച പരിപാടി. തുടങ്ങി നോക്കൂ. പൈസ ഉണ്ടല്ലോ അല്ലേ? പണ്ട് എത്ര വരും? ഒരു എപ്പിസോഡൊക്കെ ചെയ്യുന്നതിന് 50 ലക്ഷം മതി. 50 ലക്ഷോ? ഞാൻ കുടുംബം നിൽക്കുന്ന കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ ഇനി ചെയ്താൽ ആ ക്വാളിറ്റി കിട്ടില്ല. 45-നാണെങ്കിലും കുറച്ചുകൂടെ ഓക്കെ. താൻ ഉടായ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ തൻ്റെ അടുത്തേക്ക് വന്നത് തൻ്റെ കഴിവാണ് കേട്ടോ. സാറിന്റെ കഴിവിനനുസരിച്ചുള്ള ക്വാളിറ്റി സാധനം കിട്ടണമല്ലോ. നമ്മുടെ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരു ലക്ഷമൊക്കെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി മുടക്കാം. ഒരു 30 ബഡ്ജറ്റ്, അതിൽ കൂടുതലില്ല സാർ. 30 ബഡ്ജറ്റ്, 100 വീഡിയോസ്. 100 വരൂസോ? വീഡിയോസോ? 30 ലക്ഷം രൂപയ്ക്ക് 100 വീഡിയോസോ? ഒരു വീഡിയോ ഞാൻ 3 ലക്ഷത്തിന് എടുക്കണോ? അതിനും കുറക്കണം. കഷ്ടപ്പാടാ. അതൊരു 35 ആക്ക. ഞാൻ പിന്നെ ചെയ്യാം. എന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ കളിക്കരുത്. നമ്മൾ ആർട്ട് വർക്കിനൊക്കെ ബംഗ്ലാനെയൊക്കെ വിളിച്ചേക്കുന്നത് അറിയത്തില്ലേ? ഞാൻ വേറെ എടുക്കണം. വേണ്ട. അല്ല, ബംഗ്ലാനെ നമ്മൾ വിളിച്ചു നോക്കത്തുള്ളൂ, കുറിപ്പൊക്കെ ചെയ്തേണ്ടേ. അപ്പോൾ ഒന്ന് മതി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ആനയുടെ പണ്ടെന്ന് എഴുന്നേറ്റാൽ എഴുന്നേക്കല്ല. അപ്പൊ സുബു, ബാക്കി കാര്യങ്ങൾ തന്നെ. ബാക്കി ഇനി പ്രീ പ്രൊഡക്ഷൻ തുടങ്ങണം. നല്ലൊരു ചീഫ് അസോസിയേറ്റിനെ വെക്കണം. എന്തൊക്കെയാണെങ്കിലും മെയിൻ ഞാനാണ്, നായകനല്ലെങ്കിൽ. കാസ്റ്റിംഗ് ഒക്കെ ചെയ്യണ്ടേ? ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ ചെയ്യണ്ടേ? ഫണ്ടിങ് വേണം. അതിന് ഫണ്ടിങ് വേണമല്ലോ. ഫണ്ടിങ്ങിൻ്റെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല, എനിക്ക് മനസ്സിലാവും. അല്ല, എനിക്കൊരു ബലമല്ലേ ഇത് ഒരു കേൾക്കുന്നതന്നെ. ബലം അധികം കൂടണ്ട. ഇതാ ബാംഗ്ലൂരിലെ പെണ്ണല്ലേ? ചത്തില്ലേ? നിന്നെ കൊന്ന ചെയ്യാൻ ചാവത്തുള്ളു. തന്റെ കയ്യിൽ പഠിച്ചത് നാട്ടുകാർ തല്ലി പിടിക്കണ്ടാണല്ലോ. അത് കാണാൻ നമുക്ക് ആരാ ആദ്യം ചാവുന്നതെന്ന്. താ എന്റെ അമ്മനെ പറ്റിച്ച കഥയൊക്കെ എനിക്ക് അറിയാട്ടോ. പിന്നെ നിന്റെ അണ്ണനാരാ മറ്റേ
US പ്രസിഡന്റോ? മര്യാദക്ക് വാടക കൊടുത്തിട്ടുണ്ടോ? പാവം എന്റെ അണ്ണൻ ഫുഡ് കഴിക്കാൻ പോലും കാശില്ലാണ്ട് അടക്കണറിയോ? നിന്റെ അണ്ണൻ മറ്റേ IIT റൂർക്കിടെ മതില് ചാടിയ കഥ ഞാൻ ചോദിച്ചോ? പോയി. അങ്ങനെ നട്ടല്ലൊടിഞ്ഞെടുത്തപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. 2 ഡിസ്കില്ല ഇപ്പോഴും. PCR വെച്ച് പിടിപ്പിച്ച് വെച്ചത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും നേരമില്ല. നിങ്ങളെ പോലെ പണിയും കൂലി ഇല്ലാണ്ട് അടക്കല്ലേ ഞാൻ. ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തിയിട്ട് വേണം കിടന്നുറ. ഇത് ആരാന്നറിയാവോ? രാജമൗലിയുടെ അമ്മാവന്റെ കൊച്ചുമോൻ. പോണ്ടേ സാറേ? അല്ല നമുക്ക് പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങൾ തുടങ്ങണ്ടേ? പോവാം. എനിക്ക് അത്യാവശ്യം വേറെ സ്ഥലം വരെ പോകാം. എവിടെ? അവിടെ വരെ. എവിടം വരെ? ഞാൻ ഒരു സാധനം പറഞ്ഞു എടുക്കുമ്പോൾ എവിടെ? ഞാനവിടെ ബൈക്കിനോട് പെട്ടെന്ന് വരുമല്ലോ അല്ലേ? എവിടെ പറയാ പോയായിരിക്കും കോഴി. വേഗം വരണേ. അത് കുഴപ്പമില്ല, 2 മിനിറ്റ് ആകുമ്പോഴേ അവൾ ആട്ടി എന്തായാലും പറഞ്ഞു വിടും. വലിയ അനുസരണമുള്ള വിത്തൊന്നും അല്ല. ഓട്ടെ. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനല്ലേ കുറച്ചുണ്ട് കണ്ട്? അതല്ല, പേര് എവിടെയോ കണ്ടു. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. അങ്ങനെ ഒരു വൈകില്ലല്ലേ? ഞാനൊരു പ്രൊഡ്യൂസറാണ്. ചോദിച്ചില്ല. ചോദിച്ചില്ല പറയുന്ന ഉത്തരവാദിത്തമാണ്. കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളത്? താല്പര്യമില്ല. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഞാൻ കാസ്റ്റിംഗ് ചെയ്യും, നല്ല നല്ല വേഷങ്ങൾ. കുട്ടി ഞാൻ ഉപനായിക അല്ലെങ്കിൽ വേണ്ട നായികയാക്കി തന്നെ എടുക്കാം. സെലിബ്രിറ്റി, ഫാൻസ്, പൈസ, എൻ്റെ കൂടെ കറങ്ങാം. ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഞാൻ വേണമെങ്കിൽ നമ്പറിൽ നമുക്ക് കോളൊക്കെ ചെയ്യാം. തന്നെങ്കിൽ ബ്ലോക്ക് ചെയ്തിടല്ലോ. അതെന്തിനാ? നമുക്ക് അതൊക്കെ വലിയ പ്രൊഡ്യൂസറും കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ അല്ലേ? തനിക്ക് വേറെ പണി നോക്കി പോക്കൂടെ? ഇപ്പം എനിക്ക് ഈ പണി നോക്കാനാണ് തോന്നുന്നത്. താല്പര്യമില്ല. വർക്കൗട്ട് ആവില്ലല്ലേ? ഇല്ല. അപ്പോൾ നോക്കിക്കൂടെ? എന്നാ വിട്ടോ. സെറ്റായില്ല. ഞാൻ തോന്നി. ഹലോ. ഹലോ. ഉച്ചോണ കഴിഞ്ഞാൽ കിടക്കുമായിരിക്കും ഇല്ലയോ യവനിക സുന്ദരി? നീ വിളിച്ച കാര്യം പറ. എന്തോ ഒരു അനക്കമില്ലാത്ത ഒന്ന് എഴുന്നേക്കടി. നിന്റെ കെട്ടിയാനാ വിളിക്കുന്നത്. നീ പറ. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോണ്, മനസ്സിലാക്കുക. ഓക്കെ? ഞെട്ടരുത്. അടുത്ത് വല്ലതും കൈയുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ മൊന്തേ വല്ലിരിപ്പുണ്ടെങ്കിൽ മാറിയിരുന്നു. നമുക്ക് പ്രൊഡ്യൂസർ സെറ്റായി. ഞെട്ടിയോ? സെറ്റായി. ഇപ്പോ പിന്നല്ല, സത്യം. മണ്ടരോ ഡാഡി അങ്ങനെ ടോക്ക്. പ്രൊഡ്യൂസർ റിതിൻ രാജു. അതെ അതെ, ശിവരാജിന്റെ വെല്ലിച്ചന്റെ മോനാ. കഥനെ വെക്കാൻ പോയിന്റ് ഇടയിൽ കിട്ടിയതാ. ഞാൻ വല്ലതും പറയുന്നത് അങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു AD ഒരു അസോസിയേറ്റിനെ വേണം. ചീഫ് ഞാൻ ചിന്തുനെ വിളിച്ചിട്ടുണ്ട്. ഒരു അസോസിയേറ്റ് AD വേണോ? അവന് റൈറ്റിംഗ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഈ പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി. ലീഡ് റോൾ ഉണ്ട്. ഇപ്പൊ എനിക്ക് നിനക്ക് തന്നെ തരണമെന്നില്ല. താഴത്തെ ആ പാറ്റ കൊച്ചിനെ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ AD അസോസിയേറ്റ് കിട്ടുമോ അപ്പൊ ഉടനെ? വേഗം നോക്ക്. നീ വേഗം ഞാൻ പറഞ്ഞ 2 മറ്റേ നോട്ടുണ്ടെന്ന മെഷീൻ മേടിച്ച് വെച്ചേക്കണം കേട്ടോ. സബ്ജക്ട് നമ്മളെ ഈ ഹൊറർ ഡ്രാമ ഇതൊക്കെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴല്ലേ നമ്മുടെ ഇപ്പൊ അതിനെ കാലാവസ്ഥയിലെ ഇത് വെച്ച് അതെല്ലാം വിട്. മാസ്ക് മാൻ വന്നത് മറ്റേ ബാറ്റ്മാൻ്റെ അനിയൻ. അപ്പൊ അത് വെച്ചാണ്. ഓക്കെ, അപ്പൊ സാധനം ഓടുകയും ചെയ്യും. ചിലപ്പോൾ ഇനി അയാളെ പിടിക്കുക നമുക്ക് ചിലപ്പോൾ അല്ല കേരള പോലീസ് ഒരുപാട് തന്നല്ലോ. അതാണ് എൻ്റെ ഒരു ബുദ്ധി. സെറ്റ്. ഓക്കെ.